നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ബാർദേശിലും മൊപ്സയിലും മലിനജലം ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്നു. മൊപ്സ, കലങ്കുത്ത് ഉൾപ്പെടെയുള്ള ബാർദേശിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളായി ടാപ്പുകളിൽ നിന്നൊഴുകുന്നത് ചെളിനിറമുള്ള വെള്ളമാണ്. ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക ഇത് വർദ്ധിപ്പിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിന് നിരവധി പരാതികൾ ലഭിച്ചെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ചുവപ്പ് തവിട്ട് നിറത്തിലുള്ള വെള്ളം തിളപ്പിച്ചാലും ഉപയോഗമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. പലരും കുപ്പിവെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. വെള്ളം തിളപ്പിച്ചിട്ടും നിറം മാറുന്നില്ലെന്ന് ഒരു കലങ്കുത്ത് നിവാസി പറഞ്ഞു. മൊപ്സ മുനിസിപ്പൽ കൗൺസിൽ ചെയർപേഴ്സൺ പ്രിയ മിഷേൽ മഴക്കാലത്തെ ജലത്തിന്റെ മലിനത വർദ്ധിക്കുന്നതാണ് കാരണമെന്ന് പറഞ്ഞു. PWD സഹായ എഞ്ചിനീയർ രോഹിത് ദാസ് നായിക്ക് ജല സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചതായും പൈപ്പ് ലൈനുകൾ ഫ്ലഷ് ചെയ്യുന്നുണ്ടെന്നും അറിയിച്ചു. 2-3 ദിവസത്തിനുള്ളിൽ സ്ഥിതി സാധാരണ നിലയിലാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. മെഡിക്കൽ ഫാക്കൽറ്റി ചട്ടങ്ങൾ ലഘൂകരിച്ചു. കൺസൾട്ടന്റുകൾക്ക് പ്രൊഫസർ പദവി. സർക്കാർ ആശുപത്രികളിൽ 10 വർഷത്തെ പരിചയമുള്ള കൺസൾട്ടന്റുകൾക്ക് അസോസിയേറ്റ് പ്രൊഫസർമാരാകാമെന്നും 2 വർഷത്തെ പരിചയമുള്ളവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരാകാമെന്നും നാഷണൽ മെഡിക്കൽ കൗൺസിൽ പുതിയ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചു. 220 കിടക്കകളുള്ള സർക്കാർ ആശുപത്രികൾ ഇനി അധ്യാപന സ്ഥാപനങ്ങളായി മാറും. PG മെഡിക്കൽ ബിരുദമുള്ളവർക്ക് സീനിയർ റെസിഡൻസി പരിചയം ആവശ്യമില്ല. ഇത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ വിപുലീകരണത്തിനും MBBS, MD, MS സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 75,000 പുതിയ മെഡിക്കൽ സീറ്റുകൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. യോഗ്യരായ ഫാക്കൽറ്റിയുടെ കുറവ് പരിഹരിക്കാൻ ഈ ചട്ടങ്ങൾ സഹായിക്കുമെന്ന് NMC വ്യക്തമാക്കി. റോഡരികിലെ കടകൾ പൊളിക്കുന്നതിനെതിരെ കലങ്കുത്ത് വില്ലേജേഴ്സ് ഹൈക്കോടതിയെ സമീപിക്കും. റോഡരികിലെ കടകൾ പൊളിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ കലങ്കുത്ത് ഗ്രാമവാസികൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു. ഈ കടകൾ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പ്രവർത്തിക്കുന്നവയാണ്. ഗ്രാമസഭയിൽ പഞ്ചായത്ത് നൽകിയ ഡീമോളിഷൻ നോട്ടീസിനെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നു. ഈ കടകൾ കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണെന്ന് ഒരു നാട്ടുകാരൻ പറഞ്ഞു. ഗതാഗതത്തിന് തടസ്സമില്ലാത്ത ഘടനകൾ സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 200 മീറ്റർ വരെയുള്ള ഹൈറ്റൈഡ് ലൈനിൽ പുതിയ അനുമതികൾ നൽകരുതെന്നും ഗ്രാമസഭ ആവശ്യപ്പെട്ടു. തീരദേശ നിയന്ത്രണ മേഖല ലംഘനങ്ങൾ തടയാൻ ഗോവ തീരദേശ മാനേജ്മെന്റ് അതോറിറ്റിയോട് ആവശ്യപ്പെടണമെന്നും പ്രമേനന്ദ് ദിവ്കർ ആവശ്യപ്പെട്ടു. കദംബ ബസ്സുകളിൽ ഇനി ഡിജിറ്റൽ ടിക്കറ്റ്, പേപ്പർ പാസിന് വിട. ഓഗസ്റ്റ് 1 മുതൽ കദംബ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ യാത്രാ ടിക്കറ്റിംഗ് പൂർണ്ണമായി ഡിജിറ്റലിലേക്ക് മാറ്റുന്നു. പേപ്പർ പാസുകൾക്ക് പകരം സ്മാർട്ട് ട്രാൻസിറ്റ് കാർഡുകൾ അവതരിപ്പിക്കും. ജനറൽ, വിദ്യാർത്ഥി, ആനുകൂല്യ കാർഡുകൾ ലഭ്യമാകും. നിലവിലെ സബ്സിഡികൾ തുടരും. ആദ്യഘട്ടത്തിൽ 10% വിലക്കിഴിവ് ലഭിക്കും. കാർഡുകൾ നിർദ്ദിഷ്ട റൂട്ടുകൾക്ക് മാത്രമായി ഉപയോഗിക്കാം. മധ്യേ കയറുന്നവർക്ക് വേറെ ടിക്കറ്റ് വാങ്ങണം. പുതിയ സംവിധാനം കൂടുതൽ സുതാര്യവും പ്രായോഗികവുമാണെന്ന് KTCL അധികൃതർ അവകാശപ്പെടുന്നു. വരുമാന നഷ്ടം കുറയ്ക്കാനും കൃത്യത ഉറപ്പാക്കാനും ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ടാക്സി പ്രശ്നം പരിഹരിക്കുന്നതിനായി ടാക്സി ഡ്രൈവർമാരുടെ ഒരു സംഘം ശനിയാഴ്ച ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സമവായത്തിലൂടെയും പോസിറ്റിവിറ്റിയിലൂടെയും മുന്നോട്ടു പോകുന്നതിന് ആഴത്തിലുള്ള ചർച്ചകൾ സാധ്യമാക്കുന്നതിനായി സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ ടാക്സി യൂണിയനുകളുമായും ഒരു പൊതുവേദിയിൽ ഒരു വലിയ യോഗം വിളിക്കണമെന്ന് ഇരു പാർട്ടികളും അഭ്യർത്ഥിച്ചു. പുതിയ യൂണിയൻ രൂപീകരിച്ച ശേഷമുള്ള തങ്ങളുടെ ആദ്യ ഔപചാരിക കൂടിക്കാഴ്ചയിൽ മന്ത്രി തങ്ങളുടെ ആശങ്കകൾ ക്ഷമയോടെ കേട്ടതായി വാസ്കോയിൽ നടന്ന യോഗത്തിന് ശേഷം സൗത്ത് ഗോവ ടാക്സി യൂണിയൻ പ്രസിഡന്റ് സുനിൽ നായിക് പറഞ്ഞു. കരട് അഗ്രിഗേറ്റർ നയം അന്തിമമാകാതെ കൂടുതൽ കൂടിയാലോചനകൾ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞതായി നായിക് വ്യക്തമാക്കി. എല്ലാ ടാക്സി യൂണിയനുകളുമായും വിശദമായ ചർച്ചയ്ക്കായി പൊതുവേദി വേണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. ടാക്സി ബിസിനസ് ഗോവക്കാരുടെ പരമ്പരാഗത ഉപജീവനമാണെന്ന് നോർത്ത് ഗോവ യൂണിയൻ നേതാവ് സാവിയോ ഗോസ് ശരിവെച്ചു. മന്ത്രി ഗോഡിഞ്ഞോ യോഗം ഫലപ്രദമായിരുന്നുവെന്നും സമഗ്രമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ നയം നടപ്പാക്കൂ എന്നും പറഞ്ഞു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ടാക്സി ഓപ്പറേറ്റർമാർക്ക് പുതിയ അവസരങ്ങൾ നൽകുമെന്നും നിരക്കുകൾ ഡിജിറ്റലായി അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.